വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിലുള്ളത് വസീലത്തുൻ ഇല ശിർക്ക് എന്നില്ലേ? സലഫി പണ്ഡിതന്മാർ ഉദ്ധരണികളിൽ അത് പറഞ്ഞിട്ടില്ലേ? സലഫി പണ്ഡിതന്മാർ ഉദ്ധരണികൾ അത് വരാറില്ലേ? വരാറുണ്ട്. പക്ഷെ സലഫി പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ വസീലത്തു ശിർക്ക് എന്ന് വരുന്നത് ശിർക്കല്ലാത്ത വസീലത്തു ശിർക്ക് എന്ന അർത്ഥത്തിലല്ല. അറബി പണ്ഡിതന്മാർ വസീലത്തു ശിർക്ക് എന്ന് പറയുന്നത് ശിർക്കായ വസീലത്തു ശിർക്കാണ്. വസീലത്തു ശിർക്ക് ശിർക്കാണ്. വസീലത്തു ശിർക്ക് ശിർക്കാണ്. ശിർക്കായതാണ് അവർക്ക് വസീലത്തു ശിർക്ക്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞതുണ്ട്, അതിന് തെളിവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ആലു ശൈഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ആലു ശൈഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത്. ആലു ശൈഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നാണ്. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണ് എന്നാ പറഞ്ഞത്.